ഒക്ടോബർ 15 രാത്രി 8 മണിക്ക് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ കുട്ടീൻ്റെ ഇത്ര പ്രിപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും ജനത്തിരക്കിൽ വന്ന് ഇത്രയും നോയിസോടുകൂടി ഇത്ര സൗണ്ട് ക്വാളിറ്റി ഇല്ലാണ്ട് എന്താ ഷൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നല്ലോ, ഞാനിതിന് വേണ്ടിയിട്ട് ഒരു 1.5 year ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റുഡിയോ റൂം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷന് വന്നുകൊണ്ടിരുന്ന ടെക്നീഷ്യന് ചെറിയൊരു അത്യാവശ്യം വന്നതുകൊണ്ട് എനിക്കതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനപ്പോൾ എവിടെ ഷൂട്ട് ചെയ്യണമെന്ന് കുറേ പ്രാവശ്യം ആലോചിച്ചു. അപ്പോൾ പലരും പല സജഷനും പറഞ്ഞു, നമുക്കവിടെ കുറേ നല്ല ദൃശ്യമനോഹരമായ സ്ഥലങ്ങളുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ പോയി നിന്ന് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ ഞാനിങ്ങനെ കുറേ വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഞാൻ ഇതിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമാണ്. നിങ്ങളിവിടുത്തെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇത് നമ്മുടെ വരാപ്പുഴ പാലമാണ്. അപ്പോൾ ഞാൻ ഒരു വരാപ്പുഴക്കാരിയാണ്. അപ്പോൾ എന്തുകൊണ്ട് അനുയോജ്യം ഞാൻ ഈ വരാപ്പുഴ പാലത്തിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നി. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഹെൽപ്പിന് ഒരാളുണ്ട്. അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ വീഡിയോ എൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് എനിക്കത് കാണുന്നുണ്ടോയെന്ന് അറിയാൻ പാടില്ല, ഇത് നമ്മുടെ വരാപ്പുഴ നമ്മുടെ പെരിയാർ പുഴയാണ്. അപ്പോൾ പുഴയുടെ നടുക്കായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. എൻ്റെ ചാനലിൻ്റെ പേര് ടോക്ക് വിത്ത് റോസ്മി എന്നാണ്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ വലിയ പുതുമ തോന്നിയെന്ന് വരില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചു കേട്ടോ എൻ്റെ ചാനലിൻ്റെ പേര് ഇടണ്ടേന്ന്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ചാനലിൻ്റെ മോട്ടീവ് എന്താണെന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൻ്റെ അർത്ഥം മനസ്സിലാവും. എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എനിക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയണം. എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യണം. അപ്പോൾ വേറെ കൂടുതലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഇടണമെന്ന് തന്നെയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഫാക്കൽറ്റി ആയിട്ടാണ്. അപ്പോൾ പഠിപ്പിച്ച് എനിക്ക് തോന്നി എനിക്കതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നല്ല ടാലൻ്റ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അവരവരുടേതായ ചാനൽ, എല്ലാവർക്കും അവരുടേതായ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ എത്ര ക്വാളിറ്റിയുള്ള വീഡിയോസാണ് ജനങ്ങളെ ഏറ്റെടുക്കാന്നുള്ളത് എനിക്കൊരു പിടിച്ചില്ല. പക്ഷേ എന്തിനു വേണ്ടിയിട്ടായാൽ പോലും ഒരു ക്വാളിറ്റി ലെവലിൽ നിന്ന് താഴ്ത്തുകൊണ്ട് പോകാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന പിള്ളേർക്കായാൽ പോലും ഇപ്പോഴത്തെ നമ്മുടെ സിലബസ് അനുസരിച്ച് അറിയാൻ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ല എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഡെയിലി നമ്മുടെ ഡേറ്റോടെ നടക്കുന്ന ന്യൂസസ് എന്താണ്, ഡേറ്റോടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് എന്താണ്, ഒന്നും കുട്ടികൾക്ക് അറിയില്ല. കുട്ടികളാകെ മൊത്തം ഒരു സോഷ്യൽ മീഡിയ വലയത്തിൻ്റെ ഉള്ളിൽ നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് അവരെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഈ പ്ലാറ്റ്ഫോം തന്നെയാണത്. അതുകൊണ്ടാണ് ഞാനൊരു ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്തത്. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ലൈവ് കണ്ട ഫേസ്ബുക്ക് വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ട് ഈ ചാനൽ തുടങ്ങുന്നത്. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരു പാഷൻ ഉണ്ടാവുമല്ലോ, ഒരു പാഷൻ ഉണ്ടാവണം. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ. എനിക്ക് ഇതേപോലെ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എനിക്ക് കോമ്പയർ ചെയ്യാൻ ഇഷ്ടമാണ്, ഒരാളായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ്, ഒരാൾക്കൊരു കാര്യം കൺവേ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നി ചാനൽ തുടങ്ങിയ വലിയ തിരക്കേടുണ്ടാവില്ലാന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. പിന്നെ മെയിൻ എല്ലാവരുടെ ലക്ഷ്യം നമുക്ക് പൈസ കിട്ടേണ്ട ഒരു കളിയില്ല. എനിക്കും തോന്നി ഒരു വലിയ വണ്ടി പോയി അതിൻ്റെ ഡിസ്റ്റർബൻസ് നമുക്കിതൊരു ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്ക് ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഏൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ്. അത് ആരംഗീകരിച്ചില്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് തന്നെ ഏൺ ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെ പാരൻസ്, എനിക്ക് അവരുടെ എല്ലാ നീഡ്സും എൻ്റെ ഇൻകം കൊണ്ട് തന്നെ നടത്തിയെടുക്കണം എന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയുന്നുണ്ട്, ഞാൻ ഇമോഷണൽ ആവാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നടത്തിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും ഇല്ലേ. അങ്ങനെ ഏറ്റവും കൂടുതൽ വീഴ്ചകൾ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ വീഴ്ചകളൊക്കെ ഏറ്റവും വലുതാക്കണം, ഏറ്റവും ഉന്നതിയിൽ ഞാൻ നിൽക്കണം എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഇനി നിങ്ങളെന്നെ കാണുന്നത് പുതിയൊരാളായിട്ടായിരിക്കും. എനിക്കറിയാം, എനിക്ക് നല്ലോണം അറിയാം ഇതിന് ഒരുപാട് കുറ്റപ്പെടുത്തലുകളുണ്ടാവും, കളിയാക്കലുകളുണ്ടാവും. എല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങോട്ട് ക്യാമറ കാണിച്ചാൽ അറിയാം ഇത്ര അധികം ജനങ്ങൾ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ നിന്ന് ഞാൻ എൻ്റെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഒന്നുകൂടി പറയുന്നു,
സംസാരിക്കാം, നിങ്ങളും സംസാരിക്കും, നമുക്ക് ഒരുമിച്ച് സംസാരിച്ച് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് അറിഞ്ഞു പോകാം. താങ്ക് യു. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ക്ലീഷ ഡയലോഗ് ഞാൻ പറയാൻ പോവാണ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ വേണ്ടിയിട്ട് ഞാൻ ചാനൽ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമായിരിക്കും. എന്നാലും നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയേക്ക്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. ഒന്നെങ്കിൽ ഞാനൊരു വരാപ്പുഴക്കാരിയാണ്, അപ്പോൾ എനിക്ക് അതിൻ്റെതായ ഗട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരാപ്പുഴക്കാരെല്ലാവരും അല്ലെങ്കിൽ ഈ എറണാകുളംകാരെല്ലാവരും അല്ലെങ്കിൽ കേരളീയൻസ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കേരളത്തിലുള്ള ജനങ്ങളുടെ പ്രത്യേകത എന്താ, നമ്മൾ ആരും അങ്ങനെ തടയാറില്ല അല്ലേ. അപ്പോൾ ഞാനൊന്ന് പോയി നന്നാവട്ടെ, ഞാനൊന്ന് പോയി രക്ഷപ്പെട്ടാലോ. അപ്പോൾ ഏറെ പ്രതീക്ഷയോടെ തുടങ്ങുന്ന ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മികപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സോടെ ഞാൻ തുടക്കം കുറിക്കുകയാണ്. ടോക്ക് വിത്ത് റോസ്മി. താങ്ക് യു.